എല്ലാവർക്കും നമസ്കാരം. 2025 കടന്നു പോവുകയാണ്. റീൽസിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു വർഷവും അങ്ങനെ പോയി. അങ്ങനെ വളരെ നിസ്സാരമാക്കി കളയേണ്ടതാണോ 2025? ഇന്നത്തെ കാലത്ത് റീൽസിലൂടെയും ഇങ്ങനെ ഓരോ ട്രോളുകളിലൂടെയൊക്കെ ഒരു വർഷത്തെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ 2025 അത്ര മോശമായിരുന്നു, അല്ലെങ്കിൽ അത്ര നല്ലതുമായിരുന്നു? ശരിക്കും ഒരു വർഷത്തിന്റെ വില നമ്മൾ കണക്കാക്കുന്നത് ആ വർഷം നമുക്ക് സമ്മാനിച്ച അനുഭവങ്ങളുടെ ഒരു വെയിറ്റേജ് നോക്കിയിട്ടാണ്. 2025 കുറച്ച് ഭേദപ്പെട്ട വർഷമാണ്. ഈ ഒരു വർഷത്തിൽ നമ്മൾ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയ പുതിയ കുറെ മനുഷ്യരുണ്ട്, നമുക്കുണ്ടായ ചില പുതിയ ബന്ധങ്ങളുണ്ട്, നമ്മളെ പറ്റിച്ചിട്ട് പോയ ചില മനുഷ്യരുണ്ട്, നമുക്ക് പാതി വഴിയിൽ മുറിഞ്ഞു പോയ ചില ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം സമ്മാനിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പൊ ഫിനാൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയ വർഷമായിരിക്കാം ഇത്. ചിലപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്നെല്ലാം പോയ വർഷമായിരിക്കാം. എത്രയോ വർഷങ്ങൾ ഇതിനോടകം കടന്നുപോയി. ഒരു വർഷത്തെ നിസ്സാരമായിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അനുഭവങ്ങളുടെ വെയിറ്റേജ് എല്ലാ വർഷങ്ങൾക്കും ഉണ്ട്. 2025 എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാവുന്നതാണ്. കാരണം ഒരു സെൽഫ് ഓഡിറ്റ് ഒക്കെ നടത്തി നോക്കിയാൽ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു 2026 ആശംസിക്കുന്നു. താങ്ക് യു.